കാണുന്ന പൂവ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത് നമ്മുടെ ഇലഞ്ഞിപ്പൂവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു ഇലഞ്ഞി മരമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വീണ് കിട്ടിയിട്ടുള്ള പൂക്കളാണ്. അപ്പോൾ എൻ്റെ അനിയത്തി ഇത് വെച്ചൊന്ന് പൂമാല ഉണ്ടാക്കി തരുമോ എന്ന് എന്നോട് ചോദിച്ചപ്പം നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓലയുടെ ഒരു ചെറിയ നാരെടുത്തിട്ട് നമ്മൾ അറ്റത്തൊന്നും ആദ്യം കെട്ടി കൊടുത്തിട്ടുണ്ട്, കാരണം പൂ വീഴരുതല്ലോ. അതിനുശേഷം ഞാനിങ്ങനെ ഓരോ പൂവും എടുത്ത് അതിലേക്ക് കോർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു ഹോൾസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പൂക്കളാണെങ്കിൽ കുറച്ച് വാടിയിട്ടുണ്ട് കേട്ടോ, ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് നല്ല വൈറ്റ് കളറിൽ അതിൻ്റെ ആ ഒരു നടുഭാഗത്തായിട്ട് നമുക്കൊരു യെല്ലോ കളറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, അതുപോലെ നല്ല സ്മെല്ലും ആയിരിക്കും. ഇതിൻ്റെ സീഡ്സ് ഏകദേശം ഒരു ആൽമണ്ടിൻ്റെ ആ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അവളും വന്നിട്ട് കൂടിയിട്ടുണ്ട്, അവൾക്കും കെട്ടണം എന്ന് പറഞ്ഞിട്ട് അവളും ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഏകദേശം നമ്മളെ കഴിയാനായിട്ടുണ്ട്, ലാസ്റ്റ് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ കോർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ഇപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കെട്ടണം. അപ്പം ഞാനിതിങ്ങനെ കെട്ടാൻ ട്രൈ ചെയ്യുകയാണ്. അവസാനം എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ചത് കെട്ടി. എന്നിട്ട് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ എന്നോട് ഇത് അവൾക്കൊന്ന് കയ്യിലിട്ട് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ അത് കയ്യിലൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ അതൊക്കെ ഇട്ടാണ് ഇപ്പോൾ കളി. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളും ഇത് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അവളെന്തായാലും ഹാപ്പിയാണ്. സോ ബൈ.